നമ്മളൊരു സിനിമാക്കാരെന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു സിനിമാക്കാരായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബാക്കിയുള്ളവർക്ക് എന്തും ചെയ്ത് നമുക്ക് ജീവിക്കാം, നമുക്ക് ചെയ്ത് ജീവിക്കാൻ പറ്റില്ല എന്നല്ലോട്ടോ പറയുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഉള്ളിലൊരു നാളെ ജയിക്കും അറിഞ്ഞാലും നമ്മൾ ചെയ്യില്ല, അത് വേറെ കാരണം സമയം ഉണ്ടാവില്ല. ഇപ്പൊ ഈ പണിക്ക് പോയി കഴിഞ്ഞാൽ നാളെ നമ്മളെ വിളിച്ചാലോ എന്ന്. പക്ഷെ നാളെ പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ വിളിക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷെ നാളെ നമ്മളെ പെട്ടെന്ന് വിളിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ചിന്ത നമ്മളെങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, നമ്മളൊരു പണിക്കും പോവില്ല. അപ്പൊ ഇങ്ങനൊരു കഷ്ടപ്പാടിലും പ്രശ്നത്തിലും ഒക്കെ ജീവിക്കുമ്പോഴും എന്റെ കൂടെ നിന്ന് എന്റെ ഭാര്യ തന്നെയാണ് 100%. അത് ആരും എന്ത് പറഞ്ഞാലും, എന്റെ വീട്ടുകാർ വന്നിട്ടില്ല, എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്, എനിക്ക് അവരെ കയ്യിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. ആറ് ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അല്ലല്ലോ, നമ്മളെ കൂടെ വന്നിട്ട് നീ ഇതിൽ ജയിച്ചിട്ട് വീട്ടിലോട്ട് വന്നാ മതി എന്ന് പറയുന്നൊരു ഭാര്യ അതെനിക്കുണ്ട്. ഞാൻ ജയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവളായിരിക്കുന്നു, എനിക്ക് നന്നായിട്ട് അറിയാം. അതാണ് എന്റെ സ്വത്ത്. അതൊക്കെ ഒരിക്കലും ഒരു സുഖം അതൊക്കെ പറയുന്നത് ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് അവളും സംഭവിച്ചോണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അവൻ പഠിക്കും, ഡാൻസ് പഠിക്കുന്നൊന്നുമില്ല. അവൻ ടിവിയിൽ കാണുന്നു, യൂട്യൂബിൽ സോങ് കാണുന്നു, അവിടുന്ന് അവൻ ഡാൻസ് പുള്ളി തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. അത്ര തന്നെ അവന്റെ. അതെ അതെ, ലക്ഷ്യം സിനിമയാണെന്ന് തോന്നുന്നു, നോക്കാം. ഞാൻ ആദ്യം ഒന്ന് രക്ഷപ്പെടട്ടെ എന്നിട്ട് മതി. അഭിനയല്ല, ഇപ്പോ മോണോ ആക്ടും കാര്യങ്ങളൊക്കെ ഈ വർഷം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഈ വർഷത്തെ മോണോ ആക്ടില് സ്റ്റേറ്റ് ലെവലില് ഗ്രേഡ് സ്റ്റേറ്റ് ഗ്രേഡ് വാങ്ങിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് സ്റ്റേജ് കയറുന്നത്, ആദ്യമായിട്ടാണ്. അതെ, തൂക്കി അതില് ആദ്യമല്ല, ഞാൻ ആദ്യം പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാല് അതൊരു ഡിഗ്രി എടുത്തിട്ട് മതി പാത പിന്തുടരൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അച്ഛൻ ഈ കാണിക്കുന്നതൊക്കെ മോൻ കാണുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ആദ്യം ഡിഗ്രി എടുത്തോ. കാരണം അവർക്ക് പോകാനുള്ള വഴികളുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ച ബന്ധങ്ങൾ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ പോയ മാതിരി അവൻ പോകേണ്ട ആവശ്യം വരില്ല. അച്ഛന്റെ സുഹൃത്തുക്കളെ എടുത്ത് പോയാൽ മതി. അപ്പൊ അതിനുള്ള വേ അവിടെ ഉള്ളത്. കാരണം ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇഷ്ടമുള്ള ചൂസ് ചെയ്തോളൂ, അത്ര തന്നെ. ഒരു ജോലിക്ക് അങ്ങനെയൊന്നുമില്ല, ഇഷ്ടപ്പെട്ട പ്രൊഫഷനിൽ പോട്ടെ. ഞാൻ അവനോട് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാനാ പറയാറ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് യാത്രകൾ ചെയ്യേ. ഒരു ഡിഗ്രി എടുത്തതിന് ശേഷം കറങ്ങൂ.